ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സെക്സ് ടോയ്സിനെ പറ്റിയും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമുണ്ടോ എന്നതിനെ പറ്റിയുമാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ സെക്ഷൽ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അത് പലപ്പോഴും ഉണ്ടാകുന്നത് ആ സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയൊക്കെ കൊണ്ടാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദമ്പതികളുടെ ലൈംഗിക ജീവിതത്തിൽ ഇന്ന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത്. വാർത്തകൾ പ്രകാരം കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ഏകദേശം 65% വർധനവാണ് സെക്സ് ടോയ്സിന്റെ കച്ചവടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചത്. ഇത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ഇന്ത്യക്കാർ സെക്സ് ടോയ്സിൽ താല്പര്യം കാണിക്കുന്നത്. നമ്മളിവിടെ ഈ വിവോക്സ് ചാനൽ പലപ്പോഴും ലൈംഗികതയെ പറ്റി പറയാറുള്ളത് പോലെ ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ സെക്സിൽ ഏർപ്പെടുന്ന കാലം മുതൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ആശ്ചര്യമോ അതിശയോക്തിയോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. 30,000 കൊല്ലം പഴക്കമുള്ള സെക്സ് ടോയ്സ് ഇന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആധുനിക മനുഷ്യൻ എന്ന് നമ്മൾ പറയുന്ന, അതായത് നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ സ്പീഷീസിന് വെറും 70,000 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. അതുപോലെ തന്നെ വത്സായന മഹർഷി സമാഹരിച്ച കാമസൂത്രയിലും ഈ സെക്സ് ടോയ്സിനെ പറ്റി പറയുന്നുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ സെക്സ് ടോയ് എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ, അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അവരുടെ ആ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സെക്സ് ടോയ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവരുടെ മാനസിക ആരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെയധികം പങ്കും വഹിക്കുന്നുണ്ട്. ഈ സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം സെക്സ് ടോയ്സിന് കസ്റ്റമേഴ്സ് ഉള്ള 6 പട്ടണങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെക്കാട്ടിലും കൂടുതൽ സ്ത്രീകൾ സെക്സ് ടോയ്സ് വാങ്ങിക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില പട്ടണങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ്. ഇനി പലരുടെയും മനസ്സിലുള്ള സംശയം ഈ സെക്സ് ടോയ്സിന്റെ വിൽപ്പന ശരിക്കും ഇന്ത്യയിൽ ലീഗലാണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിന്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം യെസ് എന്നാണ്. പക്ഷേ അത് വിൽക്കുന്നവർ വളരെ സൂക്ഷിച്ച് വേണം വിൽക്കുവാൻ. കാരണം ഈ സെക്സ് ടോയ്സ് അത് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ പരസ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അത് ഒരു പുരുഷൻ്റെ ലിംഗത്തിൻ്റെ ആകൃതിയുമായിട്ടൊക്കെ സാമ്യമുള്ള സെക്സ് ടോയും കൂടെ ആണെങ്കിൽ അത് വിൽക്കുന്നവൻ ജയിലിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ബ്രിട്ടീഷുകാരൻ സംഭാവന ചെയ്ത നമ്മളുടെ നിയമപുസ്തകത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒബ്സീനിറ്റി ലോ അല്ലെങ്കിൽ അശ്ലീലത നിയമമാണ്. അതുകൊണ്ടാണ് ഈ സെക്സ് ടോയ്സ് വിൽക്കുന്നവർ അത് വളരെ രഹസ്യമായിട്ട് പാക്ക് ചെയ്യുന്നതും വിൽക്കുന്നതും ഒക്കെ. പല സെക്സ് ടോയ്സും കണ്ടു കഴിഞ്ഞാൽ സെക്സ് ടോയ് ആണെന്ന് പോലും തോന്നിക്കാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇന്ന് ഓൺലൈനിലും മറ്റും വിൽക്കുന്ന സെക്സ് ടോയ്സ് പേര് മാറ്റിയിട്ട് ബാക്ക് മസാജർ എന്നൊക്കെയാണ് പറഞ്ഞാണ് പലപ്പോഴും വിൽക്കാറുള്ളത്. ഇനി എങ്ങനെ ഈ സെക്സ് ടോയ്സ് സെക്ഷൽ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തും എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെക്സ് ടോയ് എന്ന് പറയുന്നത്, പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സെക്സ് ടോയ് എന്ന് പറയുന്നത് വൈബ്രേറ്റേഴ്സ് ആണ്. ഈ വൈബ്രേറ്റേഴ്സിൻ്റെ പോപ്പുലാരിറ്റിയുടെ ഒരു പ്രധാന കാരണം അതിൻ്റെ സവിശേഷത തന്നെയാണ്. ഈ വൈബ്രേറ്റേഴ്സിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ്രേഷൻസ് ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയങ്ങളോട്ടുള്ള ആ ഒരു രക്തമൊഴുക്ക് കൂട്ടുകയും ആ മസിൽസുകളെയൊക്കെ റിലാക്സ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ആ സ്ത്രീയുടെയും പുരുഷൻ്റെയും സെക്സിലുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനനേന്ദ്രിയം എന്ന് പറയുന്നത് വളരെയധികം നെർവുകൾ അടങ്ങിയ ഒരു അവയവമാണ്. ഈ നെർവുകളാണ് അവരെ ആ ഒരു സെക്ഷൽ ഫംഗ്ഷന് സഹായിക്കുന്നത്. വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വഴി ആ നെർവുകൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും പുരുഷന്മാരിൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുകയും അങ്ങനെ അവിടെ ഒരു ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യും. ഈ വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റി അപ്രൂവ് ചെയ്ത ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ ഇത് നട്ടലിന് ക്ഷതം വന്ന പുരുഷന്മാരിലും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് സർജറിക്ക് ശേഷം ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരിലും ഒക്കെ അവരുടെ ഉദ്ധാരണം വീണ്ടെടുക്കുവാൻ വളരെയധികം സഹായിക്കും. ഇനി ഈ വൈബ്രേറ്റേഴ്സ് എങ്ങനെ സ്ത്രീകളുടെ സെക്ഷൽ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പഠനങ്ങൾ പ്രകാരം ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. അതിന് അവരുടെ ആ ഒരു ക്ലിറ്ററിസ് അല്ലെങ്കിൽ ക്രിസരിയുടെ സ്റ്റിമുലേഷനും കൂടെ വളരെ ആവശ്യമാണ്. ഈ ക്രിസരി അല്ലെങ്കിൽ ക്ലിറ്ററിസ് എന്ന് പറയുന്ന അവയവമാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് രതിസുഖത്തിന് വേണ്ടിയുള്ള അവയവം. ഈ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വഴി മിക്ക സ്ത്രീകൾക്കും വളരെ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത് ഉപയോഗിക്കുന്നത് വഴി അവർക്ക് അവരുടെ ശരീരം എങ്ങനെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി സമയത്ത് റെസ്പോണ്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും ആ അറിവ് പിന്നീട് അവരുടെ പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ വളരെയധികം ഗുണം ചെയ്യുകയും ഒക്കെ ചെയ്യും.
പല പുരുഷന്മാർക്കുമുള്ള ഒരു ആശങ്ക സ്ത്രീകൾ സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നത് വഴി തങ്ങളുടെ പ്രസക്തി നഷ്ടമാകുമോ എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ഭയമാണ്. പല സ്ത്രീകൾക്കും പുരുഷന്മാർ പോൺ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് സമമാണ് ഈ ഒരു വികാരവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വഴി അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ആണ് മെച്ചപ്പെടുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മാനസികമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം, അതായത് ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം, അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് സെക്സ് ടോയ്സിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ VVOX. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.